നമ്മൾക്ക് ബീലോഡ് ആപ്പ് ബീലോഡ് ആപ്പല്ല ബീലോഡ് നെറ്റ്വർക്ക് പലരുടെ കയ്യിലുണ്ട്. അപ്പോൾ ബീലോഡ് ആപ്പിൽ പല അക്കൗണ്ടിലും ആളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീലോഡ് നെറ്റ്വർക്ക് നമുക്ക് ഒരെണ്ണം ഉള്ളത്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഇതെങ്ങനെയാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ പലരും ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, ഈ ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും. നമുക്കിവിടെ എളുപ്പത്തിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നേരെ നമ്മൾ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആപ്സ് എടുക്കുക. ആപ്സ് എടുത്തതിന് ശേഷം നമുക്ക് നേരിട്ട് ബീലോ നെറ്റ്വർക്ക് എടുക്കാം. ബീലോ നെറ്റ്വർക്കിൽ അത് തുറക്കാം. തുറന്നതിന് ശേഷം അതിൻ്റെ സ്റ്റോറേജ് നോക്കുക. സ്റ്റോറേജ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ ക്യാഷ് അത് ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ ഡാറ്റ കണ്ടില്ലേ, അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ഡാറ്റയും ഓൺ ചെയ്യുക. ഡിലീറ്റ് കൊടുക്കുക അതും കൂടി. അപ്പോൾ ഡിലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കാണാം ഡാറ്റ 0, ക്യാച്ച് 0. ഓക്കെ, ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ബാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്നുണ്ടാവും. ഓപ്പൺ എന്നില്ലാത്തവർ ഓപ്പൺ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഓപ്പൺ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ നെറ്റ്വർക്ക് ഇങ്ങനെ തുറക്കാം. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ടായി കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ, ഇപ്പോൾ രണ്ടാമത്തെ ഇമെയിൽ, ആദ്യത്തെ ഇമെയിലല്ല രണ്ടാമത്തെ വേറെ ഐ ഡിയാണ് നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ ആ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വേറൊരു ഐ ഡിയാണ് അടിക്കുന്നത്, കണ്ടില്ലേ, സൈൻ ഇൻ. അപ്പോൾ എൻ്റെ മറ്റൊരു ഐ ഡിയാണ് ഞാൻ അടിച്ചത്. അപ്പോൾ അവിടെ സൈൻ ഇൻ്റെ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇമെയിലിൽ പോവാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ കോപ്പി ചെയ്തെടുക്കാം. വീണ്ടും ഇവിടേക്ക് വരാം, വെരിഫൈ ചെയ്യാം. അപ്പോൾ എൻ്റെ മറ്റൊരു ഐ ഡി തുറന്നു വന്നു, കണ്ടില്ലേ. അപ്പോൾ അവിടെ നമുക്ക് കോയിനൊക്കെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. കണ്ടില്ല, അത്യാവശ്യം കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും വിഡ്രോ ചെയ്യാം. അപ്പോൾ 5, 6 ആപ്പൊക്കെ ചിലവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1-2 ആപ്പ് ചെയ്തിട്ടുണ്ടാകും. മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയും കൂടി ആപ്പ് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട്, മനസ്സിലായല്ലോ അല്ലേ, സെറ്റിങ്സിൽ പോവുക, ഈ ആപ്പ് എടുക്കുക, ആപ്പ് ഇൻഫോയിൽ പോയിട്ട് നമ്മുടെ ബീലോ നെറ്റ്വർക്ക് എടുക്കുക. ഇപ്പം ഞാൻ ചെയ്ത പോലെ അതിൻ്റെ സ്റ്റോറേജിൽ പോയിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് പിന്നെ ഡാറ്റയും ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഒരു തവണ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇത് രണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ അതേപോലെ തന്നെ അതിപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇത് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഡാറ്റാസൊക്കെ പോയി വീണ്ടും നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വന്നു. ഞാൻ വേറൊരു എൻ്റെ ഒരു ഐ ഡി ഇട്ട് കാണിച്ചു തരാം. കണ്ടില്ല, ഇതിലും സൈൻ ഇൻ കൊടുക്കാം. ഇത് വേറെ ഒരെണ്ണം. അപ്പോൾ ആദ്യം തുറന്നല്ലത് വേറേതാണ്. അപ്പോൾ ഇതിൻ്റെയും ഇപ്പോൾ ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഇൻബോക്സ് കണ്ടില്ല, വന്നു. അപ്പോൾ നമ്മളായ മെയിലിലും പോയിട്ട് ഇതുപോലെ എടുക്കുന്നു, കോപ്പി ചെയ്തു, ഇവിടേക്ക് വന്നു, ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്ത് തുറക്കുന്നു. കണ്ടില്ലേ, ഇപ്പം എൻ്റെ മറ്റൊരു ഐ ഡിയാണ് തുറന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഐ ഡി വേണമെങ്കിലും ഒരൊറ്റ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പെഷ്യലായിട്ടുള്ള ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ആപ്പ് തുറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് സമയമെടുക്കും. ആദ്യം പോയിട്ട് നമ്മളതിൻ്റെ ഇതൊക്കെ ക്ലിയറാക്കി, പിന്നെ എന്താ പറയുക, അൺഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ പോയിട്ട് നമ്മുടെ എന്താ പറയുക ഡാറ്റ കുറവാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ വിഷമമായിരിക്കും. അപ്പോൾ അങ്ങനത്തെവർക്ക് ഈ രീതി വളരെ എളുപ്പത്തിൽ പരീക്ഷിക്കാം. ഇത് 1-2 മിനിറ്റൊന്നും വേണ്ട, 10-15 സെക്കൻഡ് മതി ഇത് ചെയ്യാനായിട്ട്. ഓക്കെ.